ഗ്രൂപ്പിൽ ബൈബിൾ മാരത്തോൺ എന്ന് പറഞ്ഞ് ചേച്ചി മെസ്സേജ് അയക്കുമ്പോൾ മിക്കവാറും സമയത്ത് എനിക്കും വായിക്കാൻ തരുമെന്ന് ചോദിക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ യോഗ എഴുതി വയ്ക്കും, അല്ല മനസ്സിലോർക്കും, പ്രാർത്ഥിക്കും. ഇപ്പോൾ ഞാൻ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കും. ഇന്ന നിയോഗങ്ങൾ 3 വിചാരിക്കും. ഇപ്രാവശ്യം കൂടുതലുണ്ട്. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വായിക്കും. ആ വായന ഒന്ന് ആത്മാർത്ഥതയുള്ള, അതായത് ഗ്രഹിച്ചിട്ടുള്ള വായനയൊന്നുമല്ല, വായിച്ചു പോകും. കാരണം പൊതുവെ ബൈബിള് കുറച്ചേരം വായിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാകുമ്പോൾ വായിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് വായിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ ചേച്ചിയുടെ അടുത്ത് ടൈം ചോദിച്ചു. അപ്പോൾ മുമ്പ് ഞാൻ ജോലിക്ക് പോയിരുന്നു, ഇപ്പോൾ പോകണില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞ ടൈമായിരുന്നു 3 തൊട്ട് 3:30. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ടൈമിലേക്ക് വായിക്കാൻ പറ്റാമോ എന്നൊക്കെ. എന്തെങ്കിലും ജോലി കിട്ടേണ്ടെങ്കിലും വല്ല കേസിൻ്റെ പോവാണല്ലോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ ആ സമയത്ത് കാരുണ്യത്തിൻ്റെ സമയമാണല്ലോ. അപ്പം ഞാൻ ആലോചിച്ചു, ചേച്ചി തന്ന സമയമല്ലേ, അപ്പം അത് അങ്ങനെ തന്നെ കിടക്കട്ടെ, വായിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. പിന്നെ വായന തുടങ്ങി 2 ദിവസവും ഞാൻ മുമ്പത്തെ പോലെ തന്നെ സാധാരണ പോലെ വായിച്ചു പോയി. ആ സമയത്തൊക്കെ ഉറക്കം വരും, ബാക്ക് പെയിൻ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ സാധാരണ പോലെ വായിച്ചു. അതിന് മുന്നേ എനിക്ക് മുമ്പുള്ള ഒരു ചേട്ടൻ വായിക്കണ ഞാൻ പരീക്ഷിക്കുകയും ചെയ്തു കേട്ടോ, ഓർത്തിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇന്നലെ ഞാൻ വായിച്ചപ്പോൾ ഞാൻ ആ ബൈബിൾ വായിച്ചത് മുഴുവന് കരഞ്ഞിട്ടെന്ന് വെച്ചെങ്കിൽ ഭയങ്കര ഫീൽ ചെയ്ത് വായിക്കാൻ പറ്റും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ അതെന്തുകൊണ്ടാണ് ഞാൻ എനിക്കിത് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ആ സമയത്തിന് മനസ്സിൽ വന്നു. എന്നിട്ടും ഞാൻ ഇത്ര പാപിയായിരുന്നിട്ടും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തരുന്നുണ്ടല്ലോ, അതിലൊരു മുടക്കം ദൈവം വരുത്തണില്ലല്ലോ. അപ്പം ഞാൻ അതൊക്കെ ആലോചിച്ചു. ആ സമയത്ത് ഇതൊക്കെ വന്നു. ആ സമയത്ത് എൻ്റെ ജീവിതം ഒരു ഫിലിം പോലെ വരുന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ധ്യാനം കൊടുക്കുമ്പോൾ അതുപോലെ കറക്റ്റ് വന്നു. പിന്നെ ആ ദിവസം, അതായത് ഇന്നലെ മിനിയാണ് എൻ്റെ അനിയത്തിയുടെ മോന് ഭയങ്കര പനിയായിരുന്നു. അപ്പോൾ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അവൾക്ക് ഇടുന്നിട്ട് ഇങ്ങനെ ഛർദ്ദിക്കായിരുന്നു. ചാരിറ്റി എല്ലാം കിടക്കും ഛർദ്ദിക്കും ഇങ്ങനെയായിരുന്നു. അപ്പം ഇന്നലെ കാലത്ത് അവൻ ഉഷാറായി. ഞാനപ്പോൾ പ്രാർത്ഥിച്ചിരുന്നു നന്നായിട്ട് അവനൊന്ന് എൻജോയ് ചെയ്യാൻ. കാരണം അനിയത്തിക്ക് 3 മക്കളായാലും ഭയങ്കര പാടാൻ നോക്കാൻ, ചെറിയ ഉണ്ണിനെ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിന്നിരുന്നു. അപ്പോൾ എൻ്റെ മോനെ പനിയായ കാരണം എനിക്ക് ഇങ്ങോട്ട് വരാനും പറ്റുന്നില്ല. അമ്മേരുടെ അടുത്തേക്കിട്ട് ഞാൻ പോയേക്കാണ്. അപ്പോൾ ഇവൻ്റെ ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ പിന്നെ അവൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അവൻ സിമ്പിളായിട്ട് ഇന്നലെ രാവിലെയൊക്കെ എനിക്ക് കിടക്കുന്നു, ഒരു പ്രശ്നവുമില്ല. സാധാരണ പോലെ എനിക്ക് സിറ്റ് ഔട്ടിൽ വന്നിരുന്നു, ഒരു കുഴപ്പമില്ല. പനി ഭയങ്കരമായിട്ട് കുറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, തലേദിവസം നനച്ച് ഫുള്ള് തുടക്കലും ഇതൊക്കെയായിരുന്നു. അങ്ങനെയായിരുന്നു കിടാവ് മാറി വന്നു. എനിക്കപ്പോൾ അതാലോചിച്ചപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ദൈവം കറക്റ്റ് ഒരുങ്ങി തരുന്നുണ്ട്. പക്ഷെ ഞാൻ നീതിയല്ല ചെയ്യാന്ന് എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിലൊന്നും. നമ്മൾ ഇടിച്ചു കൊടുത്ത് കരയില്ല, നമ്മൾ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടു പോകുമ്പോൾ കരയില്ല, അതുപോലെ ഞാൻ കരഞ്ഞു ഇന്നലെ. അത് കഴിഞ്ഞിട്ട് മോനെ പനി, ഇന്നലെ അവൻ്റെ പനി കൂടി. അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു, കാണിച്ചു. ഛർദി, വയറിൽ പനി, ക്ഷീണമായിരിക്കും, കിടപ്പിൽ തന്നെ കിടക്കട്ടെ, ഭക്ഷണം കഴിക്കാൻ ഏൽപ്പിച്ചാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞു. എനിക്ക് ഭയങ്കര ടെൻഷൻ വെച്ച് ഇവനെ കണ്ടിട്ട് ഇവനെ മാറും എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ എനിക്കാണ് ഭയങ്കര വിഷമം. ഇവനും ഇങ്ങനെയായല്ലോ, എന്തൊരു ചെയ്യുന്നൊക്കെ വിചാരിച്ചു. ആ സമയത്ത് ഒരു ഉച്ചയോടുകൂടി അവന് സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. കുറച്ചു നേരം ഛർദി നിന്നു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും, നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ പറയണതൊക്കെ തരുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ കുറേ കരഞ്ഞു എന്ന് വെച്ചാൽ ആ സമയത്ത് ലൈവിലുണ്ടായ ചേച്ചി കേട്ടിട്ടുണ്ട് ഞാൻ പറയണം. അതുപോലെ ഞാൻ കരയായിരുന്നു. ആ ഒരു ഏശയ്യ 7 വരെ ഞാൻ വായിച്ചു, പ്രഭാഷകൻ്റെ ലാസ്റ്റ് ഏശയ്യ 7. എനിക്ക് ഭയങ്കര വിഷമം. കാരണം വെച്ചാൽ പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ അവിടെ നിന്ന് പോരാൻ കാരണം എനിക്ക് ഞാൻ എൻ്റെ ജോലി ഞാൻ ആത്മാർത്ഥത കാണിക്കേണ്ടിരുന്നിട്ടില്ല. ഞാൻ എപ്പോഴും കുറച്ചും കൂടി ആത്മാർത്ഥത കൂടിയ ടൈപ്പാണ്. അപ്പം അങ്ങനെയൊക്കെ കാണിച്ചിട്ടും എന്നെ വേദനിപ്പിച്ചവരെ ഓർമ്മ വരിക, ചതിച്ച ഒരാളുണ്ട്. അപ്പോൾ എന്നെ മോശമാക്കി പറഞ്ഞ ആൾക്കാർ, അവരൊക്കെ നമ്മൾ കൂടെ വന്ന ആൾക്കാരാണ്. അവരൊക്കെ അങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞു. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ആ ചേച്ചിനോടൊക്കെ ക്ഷമിക്കുക. ഞാൻ അതൊക്കെ ആലോചിച്ച് അവരൊക്കെ ഓർമ്മ വന്നു. അവരൊക്കെ ക്ഷമിക്കാൻ വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പറ്റണേന്ന്.
അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ കുറേ വിഷമിച്ചു, കുറേ കരഞ്ഞപ്പോൾ സാധാരണ ഒരു വായനയായിരുന്നില്ല ഇന്നലെ. എനിക്ക് വായിക്കാൻ കിട്ടണില്ല കരഞ്ഞിട്ട്. അനിയത്തി ഓടി വന്നിട്ട് അവൾ പറഞ്ഞു ഞാൻ വായിക്കാന്ന് പറഞ്ഞു. ആക്ഷൻ കാണിച്ചു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ തന്നെ വായിച്ചു. അപ്പം എനിക്ക് വായിക്കാൻ കിട്ടാണ്ട് ഈശോൻ്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ ഓരോ വാക്ക് പറക്കി 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 പറഞ്ഞു തരുന്ന പോലെ ഒന്ന്. കാരണം എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല കരഞ്ഞിട്ട്. അങ്ങനെ കരഞ്ഞപ്പോൾ അതൊരു ബൈബിൾ വായിക്കുന്ന നിസ്സാരമായ വായനയെക്കാളും എനിക്കതൊരു അനുഭവമായിട്ട് വായിക്കാൻ പറ്റി. അപ്പം ചേച്ചിക്ക് ഒരുപാട് നന്ദി, അതുപോലെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലെ കുറച്ചുകൂടി ഉൾക്കൊണ്ട് വായിക്കാൻ എനിക്ക് പറ്റണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആഗ്രഹം.